കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ജനനം അഥവാ പുതുജന്മം എന്നുള്ള വിഷയം നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 4ാമത്തെയും സമാപനം ആയ ക്ലാസ്സാണ് അഥവാ സമാപന ക്ലാസ്സാണ് ഇന്ന് നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ താല്പര്യത്തോടെ ഈ ക്ലാസ് ശ്രദ്ധിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകം കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും 4 ഭാഗങ്ങളായി തിരിച്ചാണ് നമ്മൾ ഈ വിഷയം പഠിക്കാൻ ശ്രമിച്ചത്. ഒരു പരിധിവരെ ആദ്യത്തെ 3 വിഷയങ്ങൾ പരിചിന്തനം ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കുകയുണ്ടായി. ഒന്ന്, പുതുജന്മം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്, നിർവചനം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. കൂടാതെ രണ്ടാമതായി പുതുജന്മം എന്തിനു വേണ്ടിയാണ്, പുതുജന്മം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ദൈവവചനാടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാൻ ദൈവാത്മാവ് സഹായിച്ചു. ഒടുവിൽ ചിന്തിച്ചത് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന പരിവർത്തനം അഥവാ ആ വീണ്ടും ജനിച്ച വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അഥവാ വീണ്ടും ജനനത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. ഒടുവിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിച്ചത് 4ാമത്തെ വിഷയം, ദ എവിഡൻസസ് ഓഫ് ദ ന്യൂ ബർത്ത്. പുതുജന്മം പ്രാപിച്ച വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത് ഏതൊക്കെ വിധത്തിലാണ് അത് സാധ്യമാണ്. ചിലർ പറയാറുണ്ട്, നമുക്കിതൊന്നും അറിയാൻ പറ്റുകയല്ലോ, ചക്കയാണെങ്കിൽ തുന്നിച്ചു നോക്കാമായിരുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും അത് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ആവശ്യമുള്ള വിഷയമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം കണ്ടാൽ അദ്ദേഹം വീണ്ടും ജനിച്ചതാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വീണ്ടും ജനനത്തെ സംബന്ധിച്ച് പഠിക്കാൻ പ്രധാനമായിട്ടും ഉപയോഗിച്ച തിരുവെഴുത്തിലെ വേദഭാഗങ്ങൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായവും പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗവും യാക്കോബിൻ്റെ ലേഖനം 1-ന്റെ 18-ാം വാക്യവുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. കൂടാതെ യോഹന്നാൻ്റെ 1-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ ഈ പുതുജനനത്തിൻ്റെ അടയാളങ്ങൾ, വീണ്ടും ജനിച്ചയാളിനെ തിരിച്ചറിയാനുള്ള തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന മാർഗങ്ങൾ കൃത്യമായി പറയുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം. ഇപ്പോൾ നമ്മൾ പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അടിസ്ഥാനമാക്കി പുതുജന്മത്തിൻ്റെ ലക്ഷണങ്ങൾ അഥവാ വീണ്ടും ജനിച്ച ഒരാളിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ 3 വേദഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അക്കൂട്ടത്തിൽ
ഇന്ന് സമാപന ക്ലാസ് ആയതുകൊണ്ട് പിന്നീട് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടും യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ ഇതിനോട് ചേർത്ത് അനുബന്ധമായി കഴിയുന്നത്ര കാര്യങ്ങൾ ചിന്തിക്കാം, പഠിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ചും 13 മുതൽ 22 വരെയുള്ള വചനങ്ങൾ, വീണ്ടും ജനിച്ച ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും, അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാം, വളരെ ലളിതമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൽ ജീവനുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്ന് പറയുന്നു. 1:23 കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താലാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് എന്ന് പത്രോസ് ഇതേ അധ്യായത്തിൽ വീണ്ടും ജനനം സംബന്ധിച്ച് 2ാമത് ആവർത്തിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വീണ്ടും ജനിച്ചവർ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ രക്ഷയ്ക്കായി വളരണം. ആ രക്ഷയ്ക്കായുള്ള വളർച്ചയിൽ പ്രതിഫലിക്കുന്ന കാര്യമാണ്, ആ ലക്ഷണങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് പത്രോസ് 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ തുടങ്ങുന്നത് തന്നെ ആകയാൽ എന്ന അവ്യയത്തോടു കൂടെയാണ്. ഒരു ബന്ധിത പദമാണ് ആകയാൽ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തുടർന്ന് പറയുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇംഗ്ലീഷിൽ ദെയർഫോർ, അത് മലയാളത്തിൽ ആകയാൽ അല്ലെങ്കിൽ അതുകൊണ്ട്. എന്തുകൊണ്ട്? നമ്മളെ ദൈവം തൻ്റെ കരുണാധിക്യപ്രകാരം ജീവനുള്ള പ്രത്യാശയ്ക്കായി, അതും അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന, പ്രവാചകന്മാർ ആരാഞ്ഞ് അന്വേഷിക്കുകയും ദൂതന്മാർ കുനിഞ്ഞു നോക്കുകയും ചെയ്യുന്ന വലിയ രക്ഷ പ്രാപിച്ച ദൈവമക്കൾ ആകയാൽ എന്തു ചെയ്യണം? നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവേൻ. ഇവിടെ പെട്ടെന്ന് ഞാൻ പറയട്ടെ, പ്രധാനമായ 3 കാര്യങ്ങൾ ഈ വചനത്തിൽ പരിശുദ്ധാത്മാവ് പത്രോസ് സംഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പ്രത്യാശ എന്താണ്? നോക്കുക, ആ വചനത്തിൽ നോക്കുക. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ. നമ്മുടെ പ്രത്യാശ എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലും ഈ കർത്താവിൻ്റെ പ്രത്യക്ഷത എന്ന പ്രത്യാശയുടെ വിവിധ വശങ്ങൾ പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രത്യാശയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ ഐഹിക ജീവിതം കൊണ്ട് എന്ന് പറഞ്ഞാൽ പൗലോസ് അതും പറയുന്നുണ്ട്, നിങ്ങൾ ഈ ആയുഷ്കാലത്ത് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരെക്കാളും അരിഷ്ടരാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണം കർത്താവ് വരും, തുടർന്ന് ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. അതാണ് ആദ്യം പത്രോസ് പറയുന്നത്. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയിൽ വീണ്ടും ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പ്രത്യാശ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വാചകത്തിൽ പറഞ്ഞാൽ, ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ,
വീണ്ടും ജനിച്ചവരെ തിരിച്ചറിയാനുള്ള പ്രഥമവും പ്രധാനവുമായ അടയാളം അവർക്ക് പ്രത്യാശയുള്ള ഒരു ജീവിതം, എ ലൈഫ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്, വീണ്ടും ജനിച്ചവരെ തിരിച്ചറിയുന്നതിന് ആ പ്രത്യാശ പ്രതിഫലിക്കുന്ന അത് എങ്ങനെയാണ് എന്ന് തുടർന്ന് പറയുകയാണ്. അവിടെ പറയുന്നു, ആ പ്രത്യാശയിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുക. അപ്പോൾ വീണ്ടും ജനിച്ചവരുടെ ജീവിതം കണ്ടാൽ അവർക്ക് അവരുടെ മനസ്സ് ഈ പ്രത്യാശയിൽ ഉറച്ചിരിക്കുന്നതായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും. അത് പ്രകടം ആകുന്ന ഒരു പ്രത്യാശയാണ്. അത് പ്രകടമാകുന്ന ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് ആ പ്രത്യാശയിൽ അവരുടെ മനസ്സ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് പ്രതിബന്ധങ്ങളോ പ്രതികൂലങ്ങളോ വന്നാലും അതിലൊന്നും അവർ തളരുകയില്ല. അത് എബ്രായ ലേഖനകാരൻ വ്യക്തമാക്കുന്നുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ദൈവാത്മാവ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ പ്രത്യാശയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം അവിടെ കാണാൻ പറ്റും. 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാകും. ഈ കപ്പലിനോട് ബന്ധപ്പെട്ട ഒന്നാണ് നങ്കൂരം എന്ന് പറയുന്നത്. ആ നങ്കൂരം കടലിൽ, ഇളകുന്ന കടലിൽ, തിരമാലയൊക്കെ ഉള്ള കടലിൽ ആ കപ്പലിനെ ഉറപ്പിച്ച് നിർത്തുന്നതാണ് നങ്കൂരം. നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളെ അതുപോലുള്ള ഘട്ടങ്ങളിൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മളെ ഉറപ്പിച്ചു നിർത്തുന്നത് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന നങ്കൂരമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന പ്രത്യാശ. നോക്കണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും പ്രതിബന്ധങ്ങളും വേർപാടിൻ്റെ അനുഭവങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ തളരാതെ നിൽക്കുന്നതിൻ്റെ കാരണം കർത്താവ് വരും എന്നുള്ള ആ വലിയ ഉറച്ച പ്രത്യാശയാണ്. അത് മനസ്സിനെ ഉറപ്പിച്ച് പ്രത്യാശയിൽ ഉറപ്പിക്കുകയാണ്. ഇനിയും ആ വചനത്തിൽ തന്നെ പത്രോസ് പറയുന്ന മറ്റൊരു കാര്യം നോക്കുക. ആ പ്രത്യാശ ഉണ്ടെന്ന് മാത്രമല്ല, ആ പ്രത്യാശയിൽ മനസ്സ് ഉറപ്പിക്കപ്പെട്ടവരാണ് വീണ്ടും ജനിച്ചവർ. മൂന്നാമത്, ആ വചനത്തിൽ തന്നെ പറയുന്ന കാര്യം നിർമ്മതരായി. അപ്പോൾ മൂന്നാമത്തെ വിഷയം, വീണ്ടും ജനിച്ചവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ അവരുടെ ആ പ്രത്യാശയിൽ അവരുടെ മനസ്സ് ഉറപ്പിക്കപ്പെട്ടിരിക്കുമെന്ന് മാത്രമല്ല, ആ പ്രത്യാശ അവരെ നിർമ്മതരായി സൂക്ഷിക്കും എന്നുള്ളതാണ്. ഇത് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 2-3 വചനങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ താൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇപ്പോൾ നമ്മൾ ആരാണ് എന്ന് നമുക്കറിയാം. അവിടെ ഉപയോഗിക്കുന്ന വാക്കതാണ്, നമുക്കറിയാം. എന്താ, ഇപ്പോൾ നമ്മൾ ആരാകുന്നു എന്നുള്ളത് നമ്മൾക്ക് അറിയാം. രണ്ടാമത്, ഇനി നമ്മൾ ആരാകാൻ പോകുന്നു എന്നുള്ളതും ആ വാക്യത്തിൽ വ്യക്തമാണ്. എന്താ? കർത്താവ് വരുമ്പോൾ കർത്താവിനെ നമ്മൾ കാണുക മാത്രമല്ല, കർത്താവിനോട് സദൃശ്യന്മാരാകും. അപ്പോൾ നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എല്ലാ മാലിന്യവും മാറ്റപ്പെട്ടവരായി
വിശുദ്ധിയിൽ സമ്പൂർണരായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും. എന്നാൽ അവിടെ അടുത്ത് പറയുന്നത് ഭാവിയിൽ മാത്രമല്ല, ഇപ്പോൾ എന്ത് ചെയ്യണം? അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ പ്രത്യാശ നമ്മളെ നിർമ്മലീകരിക്കുന്ന പ്രത്യാശയാണ്. സമയലാഭത്തിനു വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു വ്യക്തി വീണ്ടും ജനിച്ചെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിലുള്ള പ്രത്യാശ, ആ പ്രത്യാശയിൽ അവൻ്റെ മനസ്സ് ഉറപ്പിക്കപ്പെട്ടിരിക്കും. ആ പ്രത്യാശ അവൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അത് നിർമ്മലമായ ഒരു ജീവിതത്തിന് നിദാനമായി അവനെ കാക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഈ ഭാഗത്ത് പറയുന്നത് 14 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. വീണ്ടും ജനിച്ചവനെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ അടയാളം. നോക്കണം, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കുവീൻ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. രണ്ടാമത്, ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തി വിശുദ്ധ ജീവിതമുള്ളവനായിരിക്കും. എ ലൈഫ് ഓഫ് ഹോളിനെസ്. വിശുദ്ധ ജീവിതം ആണ് ഒരാൾ വീണ്ടും ജനിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്ന്. ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തിൽ നിന്ന് ജനിച്ചവരിൽ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോഡ് ഈസ് ഹോളി എന്നുള്ളത്, ദൈവം വിശുദ്ധനാകുന്നു എന്നുള്ളത്. ആ വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിച്ചാൽ ആ ജനിപ്പിക്കുന്ന പിതാവിൻ്റെ ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ജനിച്ച വ്യക്തിയിലുണ്ടായിരിക്കും. അതിലേറ്റവും പ്രധാനമായ ലക്ഷണമാണ് വിശുദ്ധ ജീവിതം എന്നുള്ളത്. ഇത് രണ്ട് അനുഭവത്തെ കാണിക്കുകയാണ്. ഇവിടെ പത്രോസ് പറയുന്നത് പണ്ട് നിങ്ങൾക്കൊരു ജീവിതമുണ്ടായിരുന്നു. ആ പണ്ടത്തെ ജീവിതത്തിന് പത്രോസ് കൊടുത്തിരിക്കുന്ന പേര് അജ്ഞാനകാലം എന്നാണ്. ഇതേ വാക്ക് തന്നെയാണ് പൗലോസ് കൊടുത്തിരിക്കുന്നത്. അരയോപക കുന്നിലെ പ്രസംഗത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ. അപ്പോൾ വീണ്ടും ജനിക്കുന്നതിൻ്റെ മുമ്പ് അറിയായ്മയുടെ ആ കാലങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തു ചെയ്തു? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മോഹങ്ങൾ അത് നിവർത്തിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് നമ്മളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കിയല്ലോ. ആ പുതിയ മനുഷ്യൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ. ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴുള്ള അവൻ്റെ ജീവിതം പണ്ടത്തെ മോഹമല്ല, ഇപ്പോഴുള്ള അവൻ്റെ പുതിയ മനുഷ്യൻ മോഹിക്കുന്നത് വിശുദ്ധമായ ജീവിതമാണ്. ദൈവം എന്തായിരിക്കുന്നുവോ ആ അനുഭവത്തിൽ എത്തപ്പെടാനുള്ള അവൻ്റെ മോഹമാണ്, വാഞ്ചയാണ് പുതുജനനത്തിൽ പ്രകടമാകുക. അതെന്താണ്? അത് വിശുദ്ധ ജീവിതമാണ്, അത് വിശുദ്ധിയാണ്. ഈ ഭാഗത്ത് പത്രോസ് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് എടുത്തു വച്ചിട്ട് മുന്നോട്ട് പോകാം. ഒന്ന്, നിങ്ങളെ വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ്. ആ വിളിക്ക് ഒത്തവണ്ണം വേണം നിങ്ങൾ നടക്കാൻ. രണ്ടാമത്, എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. അതിൻ്റെ വ്യാഖ്യാനമൊന്നും ഞാൻ ഇവിടെ പറയേണ്ട കാര്യം. എല്ലാ നടപ്പിലും, ഇടപെടുന്ന ഏത് മേഖലയിലും വിശുദ്ധർ ആയിരിക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വാക്കിലും നമ്മുടെ പെരുമാറ്റത്തിലും മാത്രമല്ല,
നമ്മൾ ഏർപ്പെടുന്ന ഏതൊരു മേഖലയിലും നമ്മൾ വിശുദ്ധരായിരിക്കണം. ആ വിശുദ്ധിയുടെ തലങ്ങൾ എൻ്റെ മനസ്സിൽ പല കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നൊരു മുട്ടുസൂചി പോലും അതിൻ്റെ ഉടമസ്ഥൻ അറിയാതെ കൊണ്ടുപോരുവാൻ പാടില്ല. ഒരു മുട്ടുസൂചി പോലും. പിന്നാട്ട് വേറെ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണെങ്കിലും ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. മൂന്നാമത്, ദൈവം വിശുദ്ധനാണ്, അതുകൊണ്ട് നമ്മൾ വിശുദ്ധരായി ഇരിക്കണം എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നല്ല. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയിലെത്തുവാൻ ആർക്കും കഴിയില്ല. ഇത് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും പറയുന്ന വചനമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അത് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചാണ്. 19-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവിക പ്രമാണങ്ങളോട് ബന്ധപ്പെട്ട് മാത്രവുമല്ല, സാമൂഹിക ജീവിതത്തിൽ, സോഷ്യൽ ലൈഫിൽ വിശുദ്ധരായിരിക്കണമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ വിശുദ്ധി പാലിക്കുന്ന കാര്യമാണ് ന്യായപ്രമാണം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20-ാം അധ്യായത്തിൽ പറയുന്ന കുടുംബജീവിതത്തിലാണ്. കുടുംബ ബന്ധത്തിൽ മാതാവുണ്ട്, പിതാവുണ്ട്, മക്കളുണ്ട്. അതുപോലെ തന്നെ ബന്ധത്തിൽ വരുന്ന മറ്റ് ഇങ്ങേറ്റം മാതൃഭവനത്തിൽപ്പെട്ടവർ, പിതൃഭവനത്തിൽപ്പെട്ടവർ, സഹോദരങ്ങൾ, കസിൻസ്, ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു വ്യാപകമായ കുടുംബ ബന്ധമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ലേവ്യ പുസ്തകത്തിൽ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്യുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ മേഖലകളിലും വിശുദ്ധർ ആയിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മൾ ഈ വിശുദ്ധ ജീവിതത്തെ നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തോട് ബന്ധിപ്പിച്ച് ചിന്തിച്ചാൽ അവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന 2 പ്രമാണങ്ങൾ, അവിടെ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ വീണ്ടും ജനിച്ചവർ എന്നുള്ളതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, വീണ്ടും ജനനം എന്നുള്ളതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. നമ്മൾ ചിന്തിച്ചതാണത് യോഹന്നാൻ 1:12-13 സുവിശേഷത്തിൽ. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ 9 വട്ടം ഈ വചനം, ഈ ഫ്രൈസ്, ഈ ശൈലി ഈ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് 6 പ്രധാന വിഷയങ്ങളെ കുറിക്കുന്നതാണ്. 6 വിഷയങ്ങളിപ്പോൾ ഞാൻ പറയാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട്, വിശുദ്ധ ജീവിതവുമായിട്ട് യോഹന്നാൻ പറയുന്ന 2 കാര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ തിരിച്ചറിയാനുള്ള 2 അടയാളങ്ങൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അത് 3-ാം അധ്യായത്തിലാണ്. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. 9-ാം വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. കണ്ടോ, ഒരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതത്തെ അളക്കുന്നത് പാപത്തോട് ബന്ധപ്പെടുത്തിയാണ്. പാപത്തോട് അവൻ്റെ പ്രതികരണം എന്താണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ? അവൻ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്തുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയില്ല? അതാണ് യോഹന്നാൻ അടുത്ത് പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ പാപം ചെയ്യുവാൻ കഴിയില്ല. ചില വിശ്വാസികൾ, ചിലരെന്നാൽ പറഞ്ഞാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പലരും, നല്ല പങ്കെന്നൊക്കെ ഞാൻ ഉപയോഗിക്കാൻ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും
അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം രക്ഷഭദ്രമാണല്ലോ. 100% ശരിയായ ഒരു ഉപദേശമാണ് രക്ഷയുടെ ഭദ്രത എന്നുള്ളത്. എന്നാൽ അത് പാപം ചെയ്യാനുള്ള ലൈസൻസായി ചിലരെങ്കിലും വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ വളരെ ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവാത്മാവിൽ പറയട്ടെ, പാപം ചെയ്യാനുള്ള ചിന്ത നമ്മളിൽ ജഡം രൂപാന്തരപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ആ പാപത്തോടുള്ള ആഭിമുഖ്യം ജഡത്തിനുണ്ടാവാം. എന്നാൽ അകത്തെ മനുഷ്യന് ആ പ്രവണതയോട്, ആ ജഡത്തിൻ്റെ പ്രവൃത്തിയോടുള്ള പോരാട്ടമാണ് നമ്മളിവിടെ നിന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ആ പോരാട്ടം ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആർത്തി നമ്മളിലുണ്ട് എന്ന് വ്യക്തമാക്കപ്പെടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യുവാൻ കഴിയുകയില്ല, പാപം ചെയ്യുവാൻ കഴിയുകയില്ല. ആ സ്ട്രഗിള്, ആ യുദ്ധം, ആ പോരാട്ടം ഒരു ദൈവവൈതൽ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശുദ്ധിക്ക് വേണ്ടിയുള്ള അവൻ്റെ വെമ്പൽ. അപ്പോൾ ഏറ്റവും പ്രധാനമായി വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ്റെ ആദ്യത്തെ ലക്ഷണം പാപം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പാപത്തെക്കുറിച്ചുള്ള അവൻ്റെ സെൻസേഷൻ, അവന് ആ സ്പർശീയബോധം അവനുണ്ടായിരിക്കും. അത് ഓരോ ദിവസവും ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒന്നാണ്. ഞാനത് അവിടെ നിർത്തട്ടെ. വളരെ വ്യാഖ്യാനം, വിശദീകരണവും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തെ വീണ്ടും ജനിച്ചതാണ് എന്ന് അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ ജീവിതം. ആ വിശുദ്ധ ജീവിതത്തിൽ തന്നെ അത് വെളിപ്പെടുന്നത് അവൻ പാപം ചെയ്യുന്നില്ല എന്നുള്ള അനുഗ്രഹീതമായ യാഥാർത്ഥ്യത്തിലൂടെയാണ്. രണ്ടാമത്, പാപം ചെയ്യുന്നില്ല എന്ന് പ്രതിലോമപരമായി, നിഷേധാത്മകപരമായി അഥവാ നെഗറ്റീവായി പറയുമ്പോൾ തന്നെ അടുത്ത് പറയുന്നത് നോക്കുക. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ, എല്ലാവർക്കും അറിയാം യേശുക്രിസ്തു നീതിമാനാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് നെഗറ്റീവായി പറയുമ്പോൾ തന്നെ പോസിറ്റീവായി അനുലോമപരമായി പറയുകയാണ്, നീതി ചെയ്യുന്നവനൊക്കെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. പാപം ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നീതി ചെയ്യുന്നവനാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ, യേശുക്രിസ്തുവിനുള്ള പേരുകളിൽ അഥവാ ക്രിസ്തുവിൻ്റെ നാമങ്ങളിൽ ഒരു നാമമാണ് നീതി എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പേരുകളിൽ ഒരു പ്രധാനപ്പെട്ട പേരാണ് നീതി എന്നുള്ളത്. നീതിയെ നമ്മൾ ക്രിയാപരമായ ഒരു പദമായിട്ടാണ് കാണുന്നത്, അതിനെ ഒരു നാമപദമായിട്ട് കാണാറില്ല. എന്നാൽ ദൈവവചനമായ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം നോക്കുക. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായിരിക്കുന്നു. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തുവിൻ്റെ പേരെന്താണ്? യേശുക്രിസ്തുവിൻ്റെ പേരുകളിൽ ഇവിടെ 4 പേരുകൾ പറയുന്നുണ്ട്, നാമങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് നീതിയാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനോട് കർത്താവ് ആരംഭിക്കുന്നത് തന്നെ നീതി നിവർത്തിക്കാനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. കാൽവരിയിലെ കുരിശിൽ കർത്താവായ യേശുക്രിസ്തു
അവസാനമായി പറയുന്ന മൊഴികളിൽ ഒന്ന് സകലവും നിവൃത്തിയായി എന്നാണ്. എന്താ വാക്കിൻ്റെ അർത്ഥം? അതൊക്കെ വ്യാപകമായി പഠിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ നീതി ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ഞാൻ ദൈവനീതിയാണ്, ദൈവത്തിൻ്റെ നീതി ഞാൻ നിവർത്തിച്ചിരിക്കുന്നു എന്നാണ്. ആ നിവൃത്തിയായി, ടെറ്റലസ്റ്റായി എന്നുള്ള ആ പദം കൊണ്ട്, ആ പ്രഖ്യാപനം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത്. യേശുക്രിസ്തു നീതിയാണ്. കർത്താവായ യേശുവിനെ കണ്ടവരൊക്കെ വ്യക്തമായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു ദൈവത്തിൻ്റെ നീതി ക്രിസ്തുവിൽ സ്ഫുരിക്കുന്നത്, പ്രകടമാകുന്നത് കാണാൻ പറ്റി. യേശുക്രിസ്തു ദൈവത്തിൻ്റെ നീതിയായിരുന്നു. നാമോ? നമ്മെക്കുറിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നാം സാധാരണ ആരാധനകളിലൊക്കെ വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണല്ലോ 5-ാം അധ്യായം 21-ാം വാക്യം. 2 കൊരിന്ത്യർ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. വൈരുദ്ധ്യങ്ങളുടെ ചില പ്രയോഗങ്ങളാണ് ഇവിടെ കാണുന്നത്. പാപം അറിയാത്തവനെ എന്ത് ചെയ്തു? പാപിയാക്കി എന്നല്ല, പാപം അറിയാത്തവനെ പാപമാക്കി. പാപം ചുമത്തിയെന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ നീതി എന്നുള്ള പേര് ക്രൂശിൽ വെച്ച് എന്തായി മാറി? പാപമെന്നായി. യേശുക്രിസ്തുവിനെ പാപമാക്കി, പാപം അറിയാത്തവനെ പാപമാക്കി. എന്നിട്ടോ പാപം അറിയാവുന്ന, പാപം ചെയ്തിട്ടുള്ള, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൻ്റെ പര്യായം ആയ നമ്മളെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ നീതിയാക്കി. ഇന്ന് നമ്മൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ നീതി എന്ന തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അതേ പേരുകൊണ്ട് നമ്മളെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. പുതുജനനം നടക്കുമ്പോൾ ഈ രൂപാന്തരമാണ് നമ്മൾ നടക്കുന്നത്. ആ രൂപാന്തരം എന്നുള്ള വാക്ക് അത്ര ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ ശരിയല്ല എന്നുള്ളതാണ്, അറിയത്തില്ലെന്നല്ല, ശരിയല്ല. കാരണം മറ്റൊരു വ്യക്തിയാണ്. ആദാമിൽ ജനിച്ച ഒരാദാമ്യ സന്തതിയായിരുന്നു പഴയ മനുഷ്യൻ. എന്നാൽ പുതിയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് പ്രതിഫലിക്കുക? ആ നീതിയെക്കുറിച്ച് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് പോകുന്ന അത്ര ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങളും പോലും പലർക്കും അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ 5-ാം അധ്യായമൊക്കെ. ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ള ടൈറ്റിലാണ്, ആ ശീർഷകത്തിലാണ് ദൈവദാസന്മാർ, വേദാധ്യാപകന്മാർ ഇത് പഠിപ്പിക്കാറുള്ളത്. അവിടെ ദൈവനീതിയെക്കുറിച്ച് പറയുന്ന വാക്യം, കർത്താവായ യേശുക്രിസ്തു പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുമെന്നല്ല. സ്വർഗരാജ്യത്തിൽ കടക്കണോ, ഈ നീതിയിലേക്ക് ഒരു വ്യക്തി കടക്കണം. ഒരു നീതിയുടെ രാജ്യമാണിത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ആ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധിക്കുന്ന വീണ്ടും ജനനത്താലാണ്. ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റി, ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രമാണം നീതിയാണ്. ആ നീതി അതാണ്. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതിയാണ്. ഒരാളെ കൊന്നെങ്കിൽ മാത്രമേ ന്യായപ്രമാണം അനുസരിച്ച് ശാസ്ത്രിമാരും പരീശന്മാരും പറയുന്ന നീതിയിൽ അവൻ കൊലപാതകനാകുകയുള്ളൂ.
എന്നാൽ ഒരു സഹോദരനെതിരെ അരുതാത്ത ഒരു കാര്യം ചിന്തിച്ചാൽ, നിസ്സാരനായി ഒരു സഹോദരനെ കണ്ടാൽ അവൻ കൊലപാതകനാണെന്നുള്ളതാണ് യേശുവിൻ്റെ നീതി. സഹോദര സഹോദരി, ഞാൻ വളരെ കൃപയോടുകൂടെ ദൈവവചനാടിസ്ഥാനത്തിൽ ചോദിക്കട്ടെ, ഈ നീതിയുടെ പ്രമാണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എങ്കിലേ നമ്മളെ വീണ്ടും ജനിച്ചവൻ എന്ന്, വീണ്ടും ജനിച്ചവളെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, അവിടെയൊക്കെ ഈ ദൈവനീതിയുടെ പ്രമാണം കാണാം. ഒരാൾ 7-ാം കൽപ്പന ലംഘിച്ചെങ്കിൽ മാത്രമേ, ആ പാപം കമ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, ആ പാപം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പാപിയായിട്ട് കാണുന്നുള്ളൂ, പാപം ചെയ്തതായിട്ട് കാണുന്നുള്ളൂ ഈ പരീശന്മാരും ശാസ്ത്രിമാരും. എന്നാൽ മോഹം ജനിച്ചാൽ ആ മോഹത്തെ പാപമായിട്ട് കർത്താവായ യേശുവിൻ്റെ നീതി കാണുകയാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും സത്യത്തോട് ബന്ധപ്പെട്ട്, സത്യം ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട്, തുടർന്ന് ദൈവാലയത്തിലെ ഉപകരണങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, അത് ആ ഉപകരണങ്ങളെ ചൊല്ലി സത്യം ചെയ്യുന്ന കാര്യം, ഇതൊക്കെ ഇങ്ങനെ പറയുകയാണ്. തൊട്ടടുത്ത് ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. നമ്മളെയൊക്കെ പലപ്പോഴും വന്നു പോകാറുള്ള ഒരു കുഴപ്പമാണ്, ഒരു തെറ്റാണ്. അത് തെറ്റെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു പാപമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക. അത് ചുങ്കക്കാർ ചെയ്യുന്നുണ്ട്, അത് ജാതികളും ചെയ്യുന്നുണ്ട്, കർത്താവ് അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതിയുടെ ലെവലിൽ എത്തുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുമാണ്, ശപിക്കാതെ അനുഗ്രഹിക്കുമ്പോഴാണ്. ഇതെല്ലാം പറയാൻ സമയം പോരല്ലോ, അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ നീതി, അഥവാ ദൈവരാജ്യത്തിലെ നീതി എന്ന് തിരുവെഴുത്ത് അതിശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വിശുദ്ധിയാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്താ? നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുക. പാപം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് വീണ്ടും ജനിച്ചവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. മൂന്നാമത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ അതിവേഗത്തിൽ പറഞ്ഞു തീർക്കണമല്ലോ. മൂന്നാമത് പത്രോസ് ശ്ലീഹ പറയുന്നത് എന്താ? വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ, ഈ ഭാഗത്തിന്, ഈ 13 മുതൽ 22 വരെയുള്ള വേദഭാഗത്തിന് ഒരു ശീർഷകം, ഒരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു തലക്കുറി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും: ദ അപ്പിയറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പ്രത്യക്ഷത. വീണ്ടും ജനിച്ചവനിൽ പ്രത്യക്ഷമാകുന്ന ആത്മീക ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നോക്കുക, 15-ാം വാക്യമാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ടതാണ്, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി. വീണ്ടും ജനിച്ചവൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷത, അവനിൽ പ്രത്യക്ഷമാകുന്ന കാര്യമെന്ന് പറയുന്നത് അനുസരണമാണ്. ഈ തിരുവെഴുത്ത് നമ്മളോട് വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. വിശ്വാസവും അനുസരണവും രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. അനുസരണം കൂടാത്ത വിശ്വാസം നിർജീവമാണ്. അതിന് പ്രവൃത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അനുസരണമില്ലാത്ത വിശ്വാസം. ഇനി വിശ്വസിച്ചാൽ എന്ത് ചെയ്യണം? പ്രകടമാക്കണം. അത് എങ്ങനെ? അനുസരണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. അവിശ്വാസവും അനുസരണത്തിലൂടെ പ്രകടമാകും. ഇതൊക്കെ വലിയ ദൈവവചനത്തിലുള്ള
ആഴമായ സത്യങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം മുതൽ വിശ്വാസവും അവിശ്വാസവും ഈ അനുസരണവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കപ്പെടുകയാണ്. മനുഷ്യൻ പാപത്തിൽ വീണ ആദ്യ ദിവസം മുതൽ തന്നെ, ആദ്യ നിമിഷം മുതൽ തന്നെ ഇത് വ്യക്തമാക്കപ്പെടുന്നതാണ്. ഇതിനൊക്കെ ഒത്തിരി ആഴങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തത് ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അത് അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഞങ്ങളൊക്കെ സുവിശേഷ വേദികളിലൊക്കെ ഇത് പ്രസംഗിച്ച് ഇതിപ്പോൾ വ്യാപകമായി അറിയാം. മനുഷ്യൻ പാപം ചെയ്തത് ആ ഫലം പറിച്ച് തിന്നതല്ല, ആ പ്രവൃത്തിയല്ല. പിന്നെ അതിനു മുമ്പ് ദൈവത്തെയും ദൈവവചനത്തെയും അവിശ്വസിച്ചു. എന്താ ദൈവത്തിൻ്റെ വചനം? തിന്നുന്ന നാളിൽ നീ മരിക്കും. അതാ ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തെ അവൻ അവിശ്വസിച്ചു, അവൾ അവിശ്വസിച്ചു. ആ അവിശ്വാസം എങ്ങനെയാണ് പ്രകടമായത്? ആ ഫലം പറിച്ചു തിന്ന പ്രവൃത്തിയിലൂടെയാണ്. പിശാച് പറഞ്ഞതിനെ അനുസരിച്ചതിലൂടെയാണ്. ദൈവം പറഞ്ഞതിനെ അവർ അനുസരിച്ചില്ല. അപ്പോൾ എന്തു സംഭവിച്ചു? അവിശ്വാസവും അനുസരണക്കേടും, വിശ്വാസവും അനുസരണവും. പിശാചിനെ വിശ്വസിച്ചു, എന്തു ചെയ്തു? പിശാച് പറഞ്ഞത് അനുസരിച്ചു. ദൈവത്തെ അവിശ്വസിച്ചു, ദൈവം പറഞ്ഞതിനെ അനുസരിച്ചില്ല. ഇതാണ് വിശ്വാസവും അനുസരണവും തമ്മിലുള്ള ബൈബിളിലെ ആദ്യത്തെ ബന്ധം വെളിപ്പെടുത്തുന്നത് ഇവിടെയാണ്. ഞാൻ എളിമയോട് പറയട്ടെ, ഇതിങ്ങനെ ആവർത്തിച്ചു പോരുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെടാത്ത അഥവാ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് നമ്മൾ മിക്കവാറും വായിക്കാറുള്ള ഭാഗമാണ്. എല്ലാ ഞായറാഴ്ചയും കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ മിക്ക സഭകളിലും വായിക്കുന്ന ഒരു ഭാഗമാണ്. എന്താ? നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. ഈ മരിച്ചവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിഷ്ക്രിയർ എന്നാണോ? അല്ല. അവിടെ നോക്കണം, ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർക്ക് ജീവനുണ്ട്. ഏത് ജീവനാണ്? ആത്മീക ജീവൻ അവർക്കില്ല. വെറും ശാരീരികമായ ജീവൻ മാത്രമേ അവർക്കുള്ളൂ. നോക്കണം, അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ജഡമോഹങ്ങളിൽ നടന്നു എന്നുള്ളതാണ് 2-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ എന്ത് ചെയ്യുന്നു? ജഡമോഹങ്ങളിൽ നടക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർ ജഡമോഹങ്ങളിൽ നടക്കുന്നത്? അതിൻ്റെ കാരണമാണ് അടുത്ത് പറയുന്നത്. 3-ാം വാക്യമാണ്, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. എങ്ങനെയാണ് ഈ കോപത്തിൻ്റെ മക്കൾ ആയത്? 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കൾ. പേര് കണ്ടോ? രക്ഷിക്കപ്പെടാത്തവൻ്റെ പേര് കണ്ടോ? അനുസരണക്കേടിൻ്റെ മക്കൾ. ഇനിയും അടുത്ത് പറഞ്ഞിരിക്കുന്നു, നോക്കുക, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അപ്പോൾ ഈ അനുസരണക്കേടിൻ്റെ മക്കൾ അനുസരണമുള്ള മക്കളുമാണ്. ആരെ അനുസരിച്ചത്? ഈ ലോകത്തിൻ്റെ അധിപതിയെ. ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നവനും ആയവനെ അനുസരിച്ച് നടന്നു. ഇവരാണ് എന്ത് ചെയ്തത്? വീണ്ടും ജന്മത്തിലേക്ക് വന്നത്. അത് മരിച്ചു. ഏത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിട്ട് ജഡമോഹങ്ങളിൽ പിശാചിനെ അനുസരിച്ച് നടന്ന അനുസരണക്കേടിൻ്റെ മകൻ മരിച്ചു. പകരം ദൈവത്തെ അനുസരിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി. സത്യത്തെ അനുസരിക്കുന്ന 22-ാം വാക്യത്തിൽ പത്രോസ് അത് പറയുന്നുണ്ടല്ലോ. എന്താ? സത്യമനുസരിക്കയാൽ അനുസരിക്കുന്നവരാണ് വീണ്ടും ജനിച്ച ദൈവമക്കൾ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ
നമ്മൾ ഇന്ന് ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൊക്കെ വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. അബ്രഹാം വിശ്വസിച്ചു, അത് ദൈവം നീതിയായി കണക്കിട്ടു. അവൻ വിശ്വസിച്ചു, അതവൻ പ്രകടമാക്കി. എങ്ങനെ പ്രകടമാക്കി? അത് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെക്കുറിച്ചുള്ള ആ പഠനത്തിൽ അതൊക്കെ ഉണ്ട്. വിശ്വസിച്ച ഉടനെ ദൈവം പറഞ്ഞു, നീ പുറപ്പെടാൻ പറഞ്ഞു. കണ്ട ദേശത്തേക്കല്ല, കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകാൻ പറഞ്ഞു. കണ്ടോ? വിശ്വസിച്ചു, പുറപ്പെട്ടു, അനുസരിച്ചു. ഇതാണ് ഹാബേലിനെ കുറിച്ച് പറയുമ്പോഴെന്താ? വിശ്വാസത്താൽ ഹാബേൽ എന്ത് ചെയ്തു? യാഗം കഴിച്ചു. വിശ്വസിച്ചു, അനുസരിച്ചു. പുതിയ നിയമത്തിലേക്ക് വരിക, ഏതൊക്കെ ഭക്തരാണോ അവരെല്ലാം വിശ്വസിക്കുക മാത്രമല്ല. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം നീ പറ, ഞാനത് എൻ്റെ വിശ്വാസം എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ വെളിപ്പെടുത്തി തരാം, അനുസരണത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തി തരാം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഒരുപാട് കൂട്ടായ്മകളും വലിയ ഉണർവ് യോഗങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ അവിടങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ വൈപരീത്യം എന്ന് പറയുന്നത് വിശ്വാസം വരെ ഉണ്ട്, അനുസരണത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നില്ല. വിശ്വസിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് സ്നാനപ്പെടുകയാണ്. അതും ക്രിസ്തീയ പ്രമാണമനുസരിച്ച്, ദൈവജനത്തിൻ്റെ പ്രമാണമനുസരിച്ച് വെള്ളത്തിൽ നിമജ്ജനം ചെയ്തുള്ള സ്നാനമാണ്. വിശ്വസിച്ചാൽ അവരുടെ ജീവിതത്തിൽ അടുത്ത് നടക്കേണ്ട വേർപാടാണ് അനുസരണം. ഇതാണ് അനുസരണമെന്ന് പറയുന്നത്. കൽപ്പനകളെ, ദൈവം പറയുന്ന കൽപ്പനകളെ അനുസരിക്കുക. ഞാനിപ്പോൾ അത് വിശദീകരിച്ചു പോകാൻ സമയമില്ലല്ലോ, ഞാൻ നിർത്തേണ്ട സമയമായിരിക്കുന്നു. നമ്മൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വളരെ ഇഷ്ടമാണ്. കാരണം അത് ദൈവം അനുസരിക്കേണ്ടതാണ്, ദൈവം ചെയ്യേണ്ടതാണ്. വാഗ്ദത്തങ്ങൾ നമ്മൾക്ക് ഇഷ്ടമാണ്. ദൈവ കൽപ്പനയോട് നമ്മൾക്ക് താല്പര്യമില്ല. കാരണം എന്താ? അത് നമ്മളനുസരിക്കേണ്ടതാണ്. ഞാൻ അത്രയും പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെ വളരെ ഉദാഹരണ സഹിതം വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പോൾ വീണ്ടും ജനിച്ചവരിൽ അഥവാ രക്ഷിക്കപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രകടമായ അടയാളം എന്ന് പറയുന്നത് അവർ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. തിരുവെഴുത്തുടനീളം ഈ വിശ്വാസവും അനുസരണവും വ്യക്തമാക്കപ്പെടുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും. നാലാമതായി ഈ ഭാഗത്ത് പറയുന്ന കാര്യം, ദി അപ്പിയറൻസ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പ്രത്യക്ഷീകരണത്തിൽ നാലാമത് പറയുന്ന കാര്യം നോക്കുക. 17-ാം വാക്യം, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ, കണ്ടോ, പിതാവെന്ന് വിളിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ആ പിതാവിൽ നിന്ന് ജനിച്ചവരാണ്. പിതാവേ എന്ന് വിളിക്കുന്നത് അപ്പനെയാണ്, സ്വന്തം അപ്പനെയാണ്. അബ്ബാ, പിതാവേ എന്ന് യേശുക്രിസ്തു വിളിച്ചു. അതേ വിളിയാണ് നമ്മൾക്കും തന്നിരിക്കുന്നത്, അബ്ബാ, പിതാവേ എന്ന്. അങ്ങനെ വിളിക്കുന്നു എങ്കിൽ, നിങ്ങളങ്ങനെ മക്കളാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. വീണ്ടും ജനിച്ചവരിൽ പ്രകടമാകുന്ന നാലാമത്തെ ലക്ഷണം ഭയമുള്ള ജീവിതമാണ്. ദൈവത്തെ അവർക്ക് പേടിയാണ്. നമ്മൾക്ക് ദൈവജനത്തിലെ ഇഷ്ടമുള്ള ചില വചനങ്ങളുണ്ട്. ഇത് നമ്മുടെ ആരാധനാ വേളകളിലൊക്കെ നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം അതാണ്, ഇതാണ്, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് ദൈവത്തെ പേടിക്കേണ്ട കാര്യമില്ല. പഴയ നിയമ വിശുദ്ധന്മാർക്കായിരുന്നു ഭയം. നമ്മൾ ഭയപ്പെടേണ്ട. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നമ്മൾ പ്രാപിച്ച്. ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകാതെ, അതിൻ്റെയൊക്കെ ദൈവവചനം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ ചുമ്മാ പറഞ്ഞു പോവുകയാണ് പലപ്പോഴും. ഞാൻ എളിമയോടെ പറയട്ടെ, ദൈവത്തെ ഭയപ്പെടാത്തവൻ വീണ്ടും ജനിച്ചവൻ അല്ല. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വെച്ചാണ് പലരും പറയുന്നത്
ആ പഴയ നിയമം കൊടുത്തപ്പോൾ എല്ലാവരും പേടിച്ചു വിറച്ചു. മോശ പോലും പേടിച്ചു വിറച്ചു. അപ്പോൾ ഒരു മൃഗമെങ്കിലും പർവ്വതത്തെ തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടായിരുന്നു. അവർ ഭയപ്പെട്ടു. നമ്മൾ പേടിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പലരും ആരാധനാവേളകളിലൊക്കെ പറയുന്നത്. എന്നാൽ ആ ഭാഗം സൂക്ഷ്മമായിട്ടൊന്ന് പഠിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണോ? ഞാൻ ആ ഭാഗത്തെ പ്രസക്തമായ ഭാഗം ഒന്ന് വായിച്ചിട്ട് മടങ്ങി വരാം. എന്താ? ഭയപ്പെടേണ്ടെന്നല്ല, അവർ ഭയപ്പെട്ടതിനേക്കാൾ നാം ഭയപ്പെടണം എന്നാണ് ലേഖനകാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ? സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം ഭയപ്പെടണം. 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് അരുളി ചെയ്തവന് ജനം ആ കൽപ്പനകൾ ലംഘിച്ചപ്പോൾ അവർക്ക് വന്ന ശിക്ഷ എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നിഷേധിച്ചാലോ? ഇനി നോക്കുക, ഈ 12-ാം അധ്യായത്തിലെ ഭാഗം നോക്കുക. അവിടെ ലേഖനകാരൻ പറയുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. മാത്രമല്ല, ദഹിപ്പിക്കുന്ന അഗ്നി ആയതുകൊണ്ട് 28-ാം വാക്യം, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഭയപ്പെടേണ്ട എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. പഴയ നിയമം കൊടുത്തപ്പോൾ അഥവാ ന്യായപ്രമാണം കൊടുത്തപ്പോൾ ജനമെല്ലാം പേടിച്ച് വിറപ്പിച്ചു. അവർ ദൂരെയായിരുന്നു. നമ്മളോട് പറയുക, അടുത്ത് വരുവീൻ, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം ഇവിടെ ഉണ്ട്, നമുക്കതുകൊണ്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്ന ഭയപ്പെടേണ്ടെന്നാ. എന്നാൽ ഇവിടെ ലേഖനകാരൻ പറഞ്ഞ അതല്ല, അവർ ഭയപ്പെട്ടതിനേക്കാൾ നമ്മൾ ഭയപ്പെടണമെന്നുള്ളതാണ്. ആത്മീയ കാര്യങ്ങളോട് സമീപിക്കുന്നവരോട് എളിമയോടെ ഞാൻ പറയട്ടെ, ഉസായും ഉസിയാവും ഒക്കെ നമുക്ക് പാഠമായിരിക്കണം. ആത്മീയ കാര്യങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ നീ തുടരുത്. നിന്നെ ദൈവം ആക്കാത്ത സ്ഥാനത്തേക്ക് നീ കയറരുത്. കയറിയാൽ ഉസിയാവിൻ്റെ നെറ്റിയിൽ പൊങ്ങിയ കുഷ്ഠം ഓർമ്മയുണ്ടോ? ഉസ നിയമപ്പെട്ടകത്തെ തൊട്ടപ്പോൾ അനുഭവിച്ച കാര്യം അറിയാവോ? ഇതൊക്കെ ഓർത്തോണം കേട്ടോ. ആത്മീയ കാര്യങ്ങളോട് സമീപിക്കുന്നത്, സഭയിൽ വന്ന് എന്തും പറയാം, എന്തും ചെയ്യാം, എങ്ങനെയുമാകാം. എന്താ കാര്യം? രക്ഷഭദ്രമാണ് എന്നുള്ള ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിൻ്റെ പ്രമാണങ്ങളുടെ അതിര് വിട്ട് ആരും പെരുമാറാൻ പാടില്ല. ഞാൻ വളരെ എളിമയോടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച കാര്യം ഞാനങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 4-മതായി പത്രോസിലൂടെ പറയുന്ന, എൻ്റെ സമയം തീരുകയാണല്ലോ, പത്രോസിലൂടെ പറയുന്നത് എ ലൈഫ് ഓഫ് റെവറൻസ്, ഭയഭക്തി ബഹുമാനമുള്ള ജീവിതം. മലാഖി പ്രവചനം 1-ാം അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട് പ്രവാചകനിലൂടെ ദൈവം, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? എന്നോടുള്ള ഭയം എവിടെ? അവിടെ ആ പ്രവചനം പഠിച്ചാൽ നമുക്കറിയാം. കർത്താവ് അവരെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവജനത്തെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ യാഗം കഴിക്കുന്നുണ്ട്, പക്ഷേ അത് അടുപ്പിൽ തീ കത്തിക്കുന്ന പോലെയുള്ളൂ, അത് യാഗപീഠത്തിൽ കത്തിക്കുന്ന തീയല്ല. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ആരാധിക്കുന്നുണ്ട്. ആ ആരാധന ദൈവം സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ബഹുമാനത്തോടും ദൈവത്തോടുള്ള ഭയത്തോടും ദൈവത്തെ സേവിക്കുവാൻ ആവശ്യമുണ്ട്, ആരാധിക്കാൻ ആവശ്യമുണ്ട്. ഒടുവിലായി 22-ാം വാക്യമാണ്. അത് ഞാൻ വായിക്കാനേ പറ്റുള്ളൂ, വിശദീകരിക്കാനൊക്കെ ഇല്ല, കാരണം അത്രയ്ക്ക് വിസ്തൃതമായൊരു വിഷയമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചിന്തിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സ്നേഹമുള്ളവനാണ്. 22-ാം വാക്യം നോക്കുക. 1 പത്രോസ് 1:22, പുതുജനനം പ്രാപിച്ചവൻ സത്യമനുസരിക്കയാൽ
നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ്യമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുന്നുണ്ട്. ഹൃദയപൂർവം ഉറ്റ സ്നേഹിപ്പിൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിൽ പ്രകടമായി കാണുന്ന ഏറ്റവും വലിയ ഗുണവൈശിഷ്ട്യം, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ള ജീവിതമാണ്. എ ലൈഫ് ഓഫ് ലവ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം മിക്കവാറും പേർക്ക് മനപ്പാഠം അറിയാവുന്നത് കൊണ്ട് പലരും അത് ധ്യാനിക്കാറുണ്ടോ, ചിന്തിക്കാറുണ്ടോ എനിക്ക് സംശയമുണ്ട്. സഹോദരീ സഹോദരന്മാരെ, ദൈവത്തോടുള്ള സ്നേഹം. 2, സഹോദരന്മാരോടുള്ള സ്നേഹം. 3, ദൈവവചനത്തോടുള്ള സ്നേഹം. ഇത് മാത്രമല്ല, സ്നേഹത്തിൻ്റെ മറ്റ് പല ദിശകളും തിരുവെഴുത്തടിസ്ഥാനത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ നിർത്തേണ്ടത് ആവശ്യമാണ്. സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കള്ളൻ എന്നാണ്. ആ വാക്ക് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. ദൈവം സ്നേഹമാണ്. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ അത്. ദൈവം സ്നേഹമാണെങ്കിൽ നാം ആ സ്നേഹത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നിന്ന് ജനിച്ചു എന്നാണ്. ആ സ്നേഹത്തിൽ നിന്ന് ജനിച്ച സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ വീണ്ടും ജനിച്ചവരാണെന്ന്. അവരിൽ പ്രകടമാകുന്ന 5 ലക്ഷണങ്ങൾ: 1, പ്രത്യാശയുള്ള ജീവിതം; 2, വിശുദ്ധ ജീവിതം; 3, അനുസരണമുള്ള ജീവിതം; 4, ദൈവഭയമുള്ള ജീവിതം; 5, ദൈവസ്നേഹം ഉള്ള ജീവിതം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുകയും ദൈവികാലോചന ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിത്തീരാനും, നമ്മുടെ ജീവിതം നമ്മൾ പഠിച്ചതിനനുസൃതമായി മുന്നോട്ട് പോകുന്നുണ്ടോ, നമ്മൾ ആ വിധത്തിലായിട്ടുണ്ടോ എന്ന ആത്മപരിശോധന ചെയ്യുവാനും അവസരമാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ് എടുക്കാൻ അവസരം തന്ന കോട്ടയം ബ്രദർ അസംബ്ലിയോട് പ്രത്യേകം കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.